എന്റെ പേര് സായിച്ച്. ഞാൻ ഇവിടെ പറയുന്നത് ഇതിന് ആവശ്യമായ സാധനങ്ങളാണ്. ഫസ്റ്റ് തന്നെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ആർഡിനോ യുനോ ബോർഡാണ്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് സർവർ മോട്ടറാണ്. പിന്നെ നമുക്ക് വേണ്ടത് സ്വിച്ചാണ്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് സെൻസർ, ബ്രെഡ് ബോർഡ്, ജമ്പർ വയർ എന്നിവയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ആർഡിനോ യുനോ ബോർഡാണ് ഇതിന്റെ മൊത്തത്തിലുള്ള കൺട്രോളിംഗ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള സെൻസറാണ് ഇതിന്റെ വാതിൽ തുറക്കാനും നടപ്പാത വരാനുള്ള ഡിറ്റക്ടർ. പിന്നെ നമുക്ക് വേണ്ടത് ബ്രെഡ് ബോർഡാണ്. ബ്രെഡ് ബോർഡാണ് എല്ലാ വയേഴ്സിന്റെയും കണക്ഷൻസ് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ജമ്പർ വയറാണ്. കാരണം സാധാ വയർ ഈ ബ്രെഡ് ബോർഡിൽ കണക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ജമ്പർ വയറിൽ ഒരു പിന്നുണ്ടാകും, പക്ഷേ സാധാ വയറിൽ പിന്നുണ്ടാക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ജമ്പർ വയർ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഇതിന്റെ പ്രവർത്തനം പറയാൻ പോകുന്നത് അനന്തകൃഷ്ണ. എന്റെ പേര് അനന്തകൃഷ്ണ. ഇത് ഞങ്ങൾ ഉണ്ടാക്കിയ പുതിയ പ്രോജക്റ്റാണ്. ഈ പ്രോജക്റ്റിന്റെ പ്രവർത്തനം എന്ന് വെച്ചാൽ ട്രെയിൻ പ്ലാറ്റ്ഫോമിൽ വന്ന് നിർത്തിയാൽ ഉടനെ തന്നെ ട്രെയിനിന്റെ എല്ലാ വാതിലുകളും ഓട്ടോമാറ്റിക്കായി തുറക്കുകയും നടപ്പാത ട്രെയിനിന്റെ അടിയിൽ നിന്നും ഉയർന്നു വരികയും ചെയ്യുന്നു. ഇതിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായത് ആർഡിനോ യുനോ ബോർഡാണ്. ഇതിലുള്ള എല്ലാ സെറ്റിംഗ്സും കൊടുക്കുന്നത് ആർഡിനോ യുനോ ബോർഡിലേക്കാണ്. ഈ ഡോറുകൾ തുറക്കാൻ സഹായിക്കുന്നത് സർവേ മോട്ടറാണ്. ഈ സർവേ മോട്ടറും പിന്നെ ആളുകൾ വരുന്നതും ഇറങ്ങുന്നതും സഹായിക്കുന്നത് സെൻസറാണ്. ഈ സെൻസർ ഡിറ്റക്ട് ചെയ്താണ് ഈ സർവേ മോട്ടർ പ്രവർത്തിക്കുന്നത്. സർവേ മോട്ടറിന്റെ നെഗറ്റീവ് യുനോ ബോർഡിന്റെ പോസിറ്റീവിലേക്ക്, സർവേ മോട്ടറിന്റെ പോസിറ്റീവ് സെൻസറിന്റെ നെഗറ്റീവിലേക്ക് കൊടുക്കുന്നു. ഇതാണ് ഇതിന്റെ പ്രവർത്തനം. നന്ദി, നമസ്കാരം.